കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ വാക്കേറ്റം പ്രസംഗം പൂർത്തിയാക്കാതെ വി.ഡി. സതീശൻ മടങ്ങിയെന്നാണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത്. നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നൃപൻ, നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ സമിതി യോഗത്തിൽ പരസ്പരം നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്താണ് ഒരു വാക്കേറ്റത്തിലേക്ക് എത്തിച്ചത്? കെ.പി.സി.സി യോഗത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് നേതാക്കൾ തമ്മിൽ ഉണ്ടായത്. ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എ.പി. അനിൽകുമാറും ഒപ്പം തന്നെ വി.ഡി. സതീശനും തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റമുണ്ടായി എന്നതാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 60 മണ്ഡലങ്ങളിൽ ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കിടയിൽ വി.ഡി. സതീശൻ താൻ ചെയ്ത ചില പ്രവർത്തനങ്ങളെ കുറിച്ച് കെ.പി.സി.സി ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിശദീകരിച്ചു. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു 60ഓളം മണ്ഡലങ്ങളിൽ താൻ വ്യക്തിപരമായി ചിലർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. മണ്ഡലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതിനനുസരിച്ചുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ താൻ ഒരുക്കിയിട്ടുണ്ട് എന്നതായിരുന്നു വി.ഡി. സതീശൻ ഈ യോഗത്തിൽ പറഞ്ഞത്. ഇതാണ് എ.പി. അനിൽകുമാർ ചോദ്യം ചെയ്തത്. കെ.പി.സി.സിയോ പാർട്ടിയോ അറിയാതെ നേരിട്ട് 60 മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഒരുക്കങ്ങൾക്ക് വേണ്ട പ്രത്യേക ചുമതല നൽകാൻ ആരാണ് താങ്കളെ ചുമതലപ്പെടുത്തിയത്? അതെങ്ങനെ കെ.പി.സി.സി അറിയാതെ താങ്കൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് എ.പി. അനിൽകുമാർ ചോദിച്ചു. ഇതിനിടയിൽ ഇരു നേതാക്കളും തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റമുണ്ടായി. തുടർന്ന് എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ ഇടപെട്ടു. കെ.സി. വേണുഗോപാൽ ഇടപെട്ട് ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചുമതലയൊക്കെ തീരുമാനിക്കുന്ന എ.ഐ.സി.സി ആണ് എന്ന ശാസന സ്വരത്തിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞു. തുടർന്ന് തനിക്ക് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തനിക്ക് സംസാരിക്കാനുള്ള അവകാശമില്ലേ, താൻ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് എന്ന തരത്തിൽ വി.ഡി. സതീശൻ ക്ഷുഭിതനായി. തുടർന്ന് വി.ഡി. സതീശൻ സംസാരിക്കാതെ യോഗത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തുടർന്ന് വി.ഡി. സതീശൻ സംസാരിക്കാൻ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ കെ.പി.സി.സി അറിയാതെ ഏകപക്ഷീയമായി വി.ഡി. സതീശൻ നടത്തുന്ന പല കാര്യങ്ങളിലും വലിയ എതിർപ്പ് കെ.പി.സി.സി നേതൃത്വത്തിനും ഒപ്പം തന്നെ എ.ഐ.സി.സി നേതൃത്വത്തിനുമുണ്ട്. ഇതിൽ പ്രതിഷേധമാണ് എ.പി. അനിൽകുമാർ ഈ റിപ്പോർട്ടിനിടെ പ്രതികരിച്ചത്. ഈ നിലപാടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വി.ഡി. സതീശൻ രേഖപ്പെടുത്തിയത്. ഇരു നേതാക്കളും ക്ഷുഭിതരായി. തനിക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിക്കാത്തതുകൊണ്ടും താൻ പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതിലും വലിയ ക്ഷുഭിതനായിട്ടാണ് തുടർന്ന് സംസാരിക്കാതെ വി.ഡി. സതീശൻ യോഗത്തിൽ ഇരുന്നത്. തുടർന്ന് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. എ.ഐ.സി.സി ഇക്കാര്യത്തിൽ ഇരു നേതാക്കളുടെ വാക്കേറ്റത്തിൽ ഇടപെടുകയും ഈ കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കാൻ എ.ഐ.സി.സി നേതൃത്വമുണ്ട് എന്ന ശാസനയും യോഗത്തിൽ നൽകി. വിനിഷ നൃപൻ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം വി.ഡി. സതീശൻ നേരിട്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പും കോൺഗ്രസിന് വിജയം ലഭിച്ചിട്ടുണ്ട്. യു.ഡി.എഫിന് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നൽകുന്ന ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ട് വി.ഡി. സതീശന്. ആ ഒരു കോൺഫിഡൻസ് ആണ് എപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതുതന്നെ ആയിരിക്കണം ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 60 മണ്ഡലങ്ങളിൽ താൻ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വി.ഡി. സതീശനെ കൊണ്ട് പറയിപ്പിച്ചതും. തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമല്ല, ഈ കേരളത്തിൽ നേതാവ് ആരാണ്, ആദ്യം കോൺഗ്രസിനെ നയിക്കുന്ന ഒന്നാമൻ ആരാണ് എന്ന തർക്കം കോൺഗ്രസിന് ശക്തമാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് സാമുദായിക നേതാക്കളിൽ ലഭിച്ച പിന്തുണയിൽ വലിയ തരത്തിൽ അതിർത്തി വി.ഡി. സതീശനുണ്ട്. ഒപ്പം തന്നെ സമ്പൂർണ്ണ പുനഃസംഘടനയിൽ കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന വി.ഡി. സതീശൻ പറഞ്ഞ അഭിപ്രായത്തെ മുതിർന്ന നേതാക്കൾ തള്ളിക്കളഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളിൽ വി.ഡി. സതീശൻ പൂർണ്ണമായ അതൃപ്തനാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കെ.പി.സി.സി നേതൃയോഗത്തിൽ നിന്ന് വി.ഡി. സതീശൻ വിട്ടുനിന്നത്. തുടർന്ന് യു.ഡി.എഫിന്റെ ഉന്നതാധികാര യോഗത്തിൽ നിന്ന് കെ സുധാകരന് വിട്ടുനിന്നു. തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കത്തിന് ഇടയിലാണ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ട് വീണ്ടും വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലും സതീശനെതിരെയുള്ള അതിർത്തി മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഒപ്പം തന്നെ സതീശന് കോൺഗ്രസിലെ നിലവിലെ നേതൃത്വവുമായി സഹകരിച്ചു പോകാൻ കഴിയാതെ ഒറ്റയ്ക്ക് പോകുന്ന പോക്ക് ഉണ്ട് എന്ന ലക്ഷണമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്വയം താൻ തന്നെ 60 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചത്. ഇത്തരത്തിൽ ഒരു യോഗത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വന്നിരുന്ന് സ്വയം പ്രഖ്യാപിതമായി കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനെതിരെയാണ് എ.പി. അനിൽകുമാർ പെട്ടെന്ന് ഇടപെടുകയും ക്ഷുഭിതനാവുകയും ചെയ്തത്. വാക്കേറ്റം ഇരു നേതാക്കളും തമ്മിലുള്ള വാക്കേറ്റം മൂർച്ഛിച്ചപ്പോഴാണ് എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ നേരിട്ട് ഇടപെട്ടത്. മാത്രമല്ല, നേതാക്കൾ തമ്മിലുള്ള ഈ
പോരും തർക്കവും പരസ്പരം സഹകരിച്ചു പോയില്ല എങ്കിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് തനിക്ക് ഇങ്ങനെ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. തന്റെ ഈ കേരളത്തിന്റെ ചുമതല ഒഴിയുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്ന കാര്യവും അവർ ഈ യോഗത്തിൽ പറഞ്ഞു. മാത്രമല്ല വലിയ തരത്തിലുള്ള വിമർശനം സുധാകരനും BD സതീശനും തമ്മിലുള്ള അഭിപ്രായ ഐക്യമില്ലായ്മയെ കുറിച്ച് വലിയ തരത്തിലുള്ള വിമർശനം നേതാക്കൾ ഉന്നയിച്ചു. ചില നേതാക്കൾ പേരെടുത്ത് പറഞ്ഞു. PJ കുര്യനെ പോലെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയല്ല ഇപ്പോൾ നടത്തേണ്ടത്, ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങളാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പാർട്ടിയിൽ അഭിപ്രായ ഐക്യം വേണം എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം, ആദ്യം നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഐക്യത്തോടെ മുന്നോട്ട് പോകണം. അതും അദ്ദേഹം സൂചന നൽകിയത് BD സതീശന്റെ ഏകാധിപത്യപരമായ ഒറ്റയ്ക്കുള്ള പോക്കിനെതിരെയുള്ള വിമർശനമാണ് നേതാക്കൾ പലരും നേരിട്ടും അല്ലാതെ ഒളിയം പെയ്തും യോഗത്തിൽ പറഞ്ഞത്. നിർഭൻ, ഈ രാഷ്ട്രീയ സമിതി യോഗം തന്നെ നേരത്തെ നടത്താനിരുന്നതാണ്. അന്ന് അത് നടക്കാതെ പോയത് സുധാകരനും VD സതീശനും തമ്മിലുള്ള പരസ്യമായ തർക്കത്തെ തുടർന്നായിരുന്നു. സുധാകരനുള്ളപ്പോൾ VD സതീശനില്ല, VD സതീശൻ വരുമ്പോൾ സുധാകരൻ പുറത്തേക്ക് പോകുന്ന അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ നടക്കാതെ ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇന്ന് ഈ രാഷ്ട്രീയകാര്യ സമിതി പുരോഗമിക്കുമ്പോഴും മുതിർന്ന നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനം സുധാകരനെതിരെയും VD സതീശനെതിരെയും ഉയരുന്നു. പ്രത്യേകിച്ച് VD സതീശനെതിരെ നേതാക്കൾ തമ്മിലുള്ള ഈ ഒരു തർക്കം തെറ്റായ സന്ദേശം പുറത്തേക്ക് നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. PJ കുര്യൻ പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അങ്ങനെ സുധാകര പക്ഷം, VD സതീശ പക്ഷം, KC വേണുഗോപാൽ പക്ഷം, അങ്ങനെ നിരവധി പക്ഷങ്ങളാണ് കോൺഗ്രസിൽ. അതിനിടയിൽ ഒരു മെജോറിറ്റി എടുക്കാൻ, ഒരു ഹാൻഡ് എടുക്കാൻ VD സതീശൻ കാണിക്കുന്ന മിടുക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും വലിയ തരത്തിലെ തർക്കങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നേതാവ് ആരാണ് ഒന്നാമൻ എന്ന തരത്തിലെ തർക്കമാണ് നിലവിൽ നിൽക്കുന്നത്. അതിൽ സാമുദായിക നേതാക്കളുടെ പിന്തുണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. സുധാകരനുമായി സഹകരിച്ചു പോകാൻ ആകില്ല എന്ന നിലപാട് VD സതീശൻ ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട്. VD സതീശൻ സ്വയം പ്രഖ്യാപിത പാർട്ടിയായി മുന്നോട്ട് പോകുന്നു. അതാണ് AICC നേതൃത്വത്തിനും അതിർത്തിയുള്ളത്. ഇതിനിടയിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെക്കേണ്ടി വന്നു. UDFന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ നിന്ന് സുധാകരൻ വിട്ടുനിന്നു. KPCC യോഗത്തിൽ നിന്ന് VD സതീശൻ പങ്കെടുക്കാതെ തലസ്ഥാനത്തുണ്ടായിട്ടും വന്നിട്ട് തിരിച്ചുപോയി, പങ്കെടുത്തില്ല. യോഗം ആരംഭിച്ചപ്പോൾ തിരിച്ചെത്തിയില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി യോഗം ആദ്യമായി പുനഃസംഘടിപ്പിച്ചതിന് ശേഷം പലതവണ തീരുമാനിച്ചിട്ട് നടക്കാതെ പോയ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ഇന്ന് വീണ്ടും ചേർന്നത്. പക്ഷെ ആ യോഗത്തിലും അഭിപ്രായ ഐക്യത്തിലെത്താൻ നേതാക്കൾ കഴിഞ്ഞില്ല. മാത്രമല്ല ഇന്നത്തെ യോഗത്തിൽ ചർച്ചകൾ ഉണ്ടായി എങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗത്തിൽ ആയിട്ടില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുക, ഒപ്പം തന്നെ പാർട്ടിയിൽ ഐക്യം ഉറപ്പിക്കുക, PV അൻവർ നൽകിയ കത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം നേതാക്കൾ പരാമർശം നടത്തിയെങ്കിലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. 5.5 മണിക്കൂറോളം ഇന്ന് യോഗം കൂടി. 37 പേരാണ് ആകെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. പലരും ഓൺലൈനായി പങ്കെടുത്തു. നേതാക്കളെല്ലാം സംസാരിച്ചു. പക്ഷേ ഇത്തരത്തിൽ വാക്കേറ്റവും പ്രശ്നങ്ങളും കാരണം ഒരു തീരുമാനത്തിൽ ഇപ്പോഴും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എടുക്കാൻ കഴിയാതെയാണ് യോഗം അവസാനിച്ചത്. വിനിഷ, നിർഭൻ, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ AICCയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? കാരണം VD സതീശനും സുധാകരനും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. AICC എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ പറയുന്നത്? പ്രത്യേകിച്ച് KC വേണുഗോപാലൊക്കെ യോഗത്തിലുണ്ടായിരുന്നല്ലോ. അവസാനം എടുത്ത തീരുമാനം ഐക്യത്തോടെ കോൺഗ്രസ് ഒന്നിച്ചു പോകണം എന്ന നിർദ്ദേശം ആണ് KC വേണുഗോപാൽ യോഗത്തിൽ അവസാനം പറഞ്ഞത്. ഈ വിമർശിച്ച നേതാക്കളെ ഒന്നും പ്രത്യേകിച്ച് പേരെടുത്ത് മറുപടി പറയാനോ അതേപോലെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും നേതാക്കളെ താക്കീത് ചെയ്യാനോ KC വേണുഗോപാൽ തയ്യാറായില്ല. അദ്ദേഹം ഐക്യത്തോടെ കോൺഗ്രസ് ഒന്നിച്ചു പോകണം, എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം എന്ന ആവശ്യം ഉന്നയിച്ചു. മാത്രമല്ല നാളെ KPCC അധ്യക്ഷൻ സുധാകരനും VD സതീശനും സംയുക്തമായി ഒന്നിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന നിർദ്ദേശവും AICC നേതൃത്വം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഐക്യത്തോടെയാണ് ഇരു നേതാക്കളും മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ നിലവിലുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണം. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇതോടുകൂടി അവസാനിക്കണം. അതുകൊണ്ട് ഒരുമിച്ച് ഇരു നേതാക്കളും ഒന്നിച്ചിരുന്ന് KPCC ആസ്ഥാനത്തിരുന്ന വാർത്താ സമ്മേളനം നടത്തണം. ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം.